കൂട്ടുകാരെ തൃശ്ശൂർ ജില്ലയിൽ കൊടകരയ്ക്ക് അടുത്ത് ആറ്റപ്പള്ളി പാലത്തിൻ്റെ അടുത്ത് ഒരു വ്യത്യസ്തമായൊരു കട തീർച്ചയായും ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. നാടൻ പഴം ഇംഗ്ലീഷ് പഴം പറമ്പിൽ കടത്താത്ത ഒരു വിശംബരം ചേട്ടൻ്റെ കടയിലാണ് നമ്മളത്. ഇപ്പോൾ എന്താ കണ്ട വാഴപ്പിണ്ടി, വാഴച്ചുണ്ട്, പിന്നെ ഇഞ്ചി, അതൊരു 10-15 ദിവസം മുന്നായിട്ടുള്ളത്. പിന്നെ ഈ ചന്ദ്രകാരം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചെറിയ മാമ്പഴം ഇല്ലേ, അത് ഈമ്പി കൂടിയ മാങ്ങ എന്നൊക്കെ ഞാനൊക്കെ പറയാം. ശരിക്കും അതിൻ്റെ വാക്കൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ വേറെ ആയിരിക്കും. ഇവിടെ ഈ പറമ്പിൽ, ഈ ബാക്കിൽ കാണുന്ന പറമ്പിൽ എന്തൊക്കെ ആൾ കൃഷി ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഔട്ട്പുട്ട് വൈകുന്നേരം കിട്ടും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കരിക്ക് കിട്ടാം. നമ്മുടെ നാടൻ കരിക്ക്, അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ ചെയ്ത് കുടിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വിവരം പ്രിയൂർ മാങ്ങ, അതുപോലെ തന്നെ മൂവാണ്ടൻ മാങ്ങ. പിന്നെ തമിഴ്നാട്ടിൽ നമ്മൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ചെല്ലുമ്പോൾ ചെത്തി തിന്നാനായിട്ട് കിട്ടില്ലേ, പച്ച ഉപ്പിൽ മുളക് ഇട്ടൊക്കെ ആയിട്ട് ആ സംഗതി. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രം, അല്ലാണ്ട് കൊറിയറൊന്നും ആൾ ചെയ്യില്ല. ആൾക്ക് അതിനൊന്നും നേരില്ല. കാരണം ആൾ വൈകുന്നേരം വരെ പറമ്പിൽ പണിയാണ്. 4:30 തൊട്ട് 7 മണി വരെയാണ് ആൾ ഇവിടെ സജീവമായിട്ട് ഉണ്ടാവുക. ഓരോ ദിവസം ഉണ്ടാവുന്ന ഐറ്റം വേറെ വേറെയാണ്. ഞാൻ നേരത്തെ വന്നപ്പോൾ പപ്പായും നമ്മുടെ ചന്ദ്രകാരൻ ഈമ്പി കൂടിയ മാങ്ങയാണ് മേടിച്ചിട്ട് പോയത്. ഇപ്പോൾ പപ്പായ കഴിഞ്ഞു. അങ്ങനെ എപ്പോൾ വേണമെങ്കിലും കഴിയാം, എപ്പോഴും ഉണ്ടാവും. വളരെ ചെറിയ പ്രൈസിന് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഈ ഈമ്പി കൂടിയ മാങ്ങ, അതായത് ചന്ദ്രകാരൻ എന്നൊക്കെ പറയും, ഈ സംഭവത്തിന് 50 രൂപ ഉള്ളൂ. പിന്നെ മൂവാണ്ട മാങ്ങ ആകെ 25 രൂപ ഉള്ളൂ. അപ്പോൾ മറ്റേ മുളക് കണ്ടോ, നാടൻ മുളക്, ഈ മുളകിന് 100 ഗ്രാമിന് 30 രൂപ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കൊടകരയാണ് ലൊക്കേഷൻ ഞാൻ ഇവിടെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഫോൺ നമ്പർ കൊടുത്തേക്കാം. കൊടകരയ്ക്ക് അടുത്തൂടെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മുതലാവും. അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് ആളുകൾ മേടിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം ഇതിലെ പോണവർക്ക് ഞാനിതിലെ പോകുമ്പോൾ മേടിക്കാറുണ്ട്. കാരണം ഇത് മറ്റേ ചിമ്മിനി ഡാമിൽ നിന്നൊക്കെ വരുന്നവർക്ക് എളുപ്പവഴിയാണ് മറ്റേ കൊടകരയ്ക്ക് എത്താനായിട്ട്. ആമ്പല്ലൂർ മറ്റേ പുതുക്കാടൊന്നും പോവാതെ വരന്തരപ്പള്ളിയിൽ നിന്ന് കൊടകരയ്ക്ക് എത്താനുള്ള എളുപ്പവഴിയാണ്. അത്യാവശ്യം സെയിലൊക്കെ ഇപ്പോൾ ആൾക്ക് നടക്കുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ. കണ്ടറിഞ്ഞ് വന്ന ആൾക്കാർ ഇഷ്ടം പോലെയാണ്.